അപകടങ്ങൾ കുറയ്ക്കാൻ വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റണമെന്ന് മുണ്ടത്തിക്കോട് അപകടത്തിന്റെ അന്വേഷണ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. റിപ്പോർട്ട് പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും വേണ്ടിവരും. സർക്കാർ ടേംസ് ആൻഡ് റഫറൻസ് നിശ്ചയിച്ചിട്ടില്ല എന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. കമ്മീഷന്റെ ടേംസ് ഓഫ് റഫറൻസ് ഗവൺമെന്റ് നിശ്ചയിക്കും. ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ആ ടേംസിനെ ആശ്രയിച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കണം. ഒരു 6 മാസമെങ്കിലും സമയം തരുമായിരിക്കും. 6 മാസം സമയം വേണ്ടിവരും റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ. വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. വെടിക്കെട്ടിൻ്റെ പാറ്റേൺ മാറ്റിയാൽ ഒരുപക്ഷെ വെടിക്കെട്ടിനെ കൂടുതലൊരു ലൈറ്റ് ഷോ ആക്കി മാറ്റുകയാണെങ്കിൽ അപകടം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, ഇപ്പോൾ വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അപകടകാരിയായ വെടിമരുന്ന് ഉപയോഗിക്കരുത് എന്ന രീതിയിൽ തന്നെയാണോ ഈ ചൈനീസ് പടക്കങ്ങളുടെ രീതിയൊക്കെ പറയുന്നുണ്ട്? ലൈറ്റ് ആൻഡ് സൗണ്ട്, ആ രൂപത്തിലേക്ക് അത് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു കാര്യമാണോ ഇപ്പോൾ നിർദ്ദേശത്തിൽ അദ്ദേഹം നൽകുക സർക്കാരിന്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിലവിൽ ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന വെടിക്കെട്ടുകൾ അത് ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള വെടിക്കെട്ടുകളാണ്. അത് ഒഴിവാക്കണമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറയുന്നത്. കൂടുതൽ വെളിച്ചത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള വെടിക്കെട്ടുകളിലേക്ക് മാത്രം ചൈനീസ് പടക്കങ്ങളും മറ്റും ഉപയോഗിച്ച് കൂടുതൽ വർണ്ണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വെടിക്കെട്ടുകൾ നടത്തിയാൽ അപകട സാധ്യത പരമാവധി കുറയ്ക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അപകടമുണ്ടായാൽ പോലും അതിന്റെ വ്യാപ്തി പരമാവധി കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം അടക്കമുള്ളവ നടക്കുന്നത് വലിയ ചൂട് വളരെയേറെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വെടിക്കെട്ട് സ്ഫോടനമുണ്ടാകാൻ, ഏതെങ്കിലും ഒരു കരിമരുന്നുകൾക്ക് സ്ഫോടനമുണ്ടാകാൻ വലിയ താമസം ഉണ്ടാകില്ലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചൂട് വളരെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്ഫോടന സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മുണ്ടത്തിക്കോടക്കം അദ്ദേഹം പറയുന്നത് ഈ കുടിലുകൾ വളരെ അടുത്തടുത്താണ് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കുടിലുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകാൻ കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായും വെടിക്കെട്ട് നിരോധിക്കുകയാണോ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തനിക്ക് അറിയില്ല. അത് ടേംസ് ആൻഡ് റഫറൻസ് ലഭിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായി നിരോധിക്കണമെങ്കിൽ അതിന് ഒരു അന്വേഷണ കമ്മീഷന്റെ ആവശ്യം സർക്കാരിനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നാളെ പകൽപൂരവും കൂടെ കഴിഞ്ഞ ശേഷം ചൊവ്വാഴ്ച മുണ്ടത്തിക്കോട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെത്തി ആദ്യം ഇതിൽ ബാധിക്കപ്പെട്ടവരെ അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം ഈ സംഭവ സ്ഥലം മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിക്കും. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയെയും കളക്ടറെയും കാണുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ടേംസ് ആൻഡ് റഫറൻസ് 2 ദിവസത്തിനകം തനിക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുക. 6 മാസമെങ്കിലും സമയം തനിക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് എഴുതി നൽകാൻ 6 മാസമെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് അദ്ദേഹം നിലവിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മുൻപും ഈ പുറ്റിങ്ങൽ അപകടം അടക്കം നടന്നപ്പോൾ ജസ്റ്റിസ് VA ഗോപിനാഥ് അതിന് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പിന്നീട് സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് സർക്കാരാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ തനിക്ക് പറയാനുള്ളത്, തനിക്ക് നൽകാനുള്ളത്, താൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി നൽകും. അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം 2 ദിവസത്തിനകം ടേംസ് ആൻഡ് റഫറൻസ് ലഭിച്ചാൽ ഉടൻ തന്നെ ആരംഭിക്കും. ഏതായാലും മറ്റന്നാൾ അങ്ങോട്ടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോകാനാണ് നിലവിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.